വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 16-ാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 76 മുതൽ 80 വരെയുള്ള ശ്ലോകങ്ങളാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. 76-ാം ശ്ലോകം. ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നല ദർപ്പഃ ദർപ്പദോ ദൃപ്തോ ദുർധരോധാ പരാജിത. ഭൂതാവാസ വാസുദേവ സർവാസു നിലയ അനല ദർപ്പഃ ദർപ്പദ ദൃപ്ത ദുർധര അധ അപരാജിത എന്നിവയാണ് ഈ ശ്ലോകത്തിലെ 9 നാമങ്ങൾ. ഭൂതാവാസ സകല ഭൂതങ്ങളുടെയും വാസസ്ഥലമാണ് വിഷ്ണു എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. വാസുദേവ വസുദേവപുത്രനായ ശ്രീകൃഷ്ണനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. മായ കൊണ്ട് ജഗത്തിനെ മൂടുന്നു എന്നതിനാലും വാസു എന്ന് പറയാം. സർവാസു നിലയ സർവ അസു നിലയൻ എന്നാണ് ഈ നാമം കാണിക്കുന്നത്. അസു എന്നാൽ പ്രാണനുകൾ എന്നർത്ഥം പറയുന്നു. എല്ലാ പ്രാണനുകൾക്കും നിലയമായിരിക്കുന്നവൻ, ആശ്രയമായിരിക്കുന്നവൻ എന്ന ഈ നാമത്തിന് അർത്ഥം. അനല അലമെന്ന ഭാവമില്ലാത്തവൻ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്ര കിട്ടിയാലും മതിവരാത്ത അഗ്നി പോലെയുള്ളവൻ അല്ല വിഷ്ണു എന്ന് പറയുന്നു. ദർപ്പഹ ദർപ്പമെന്നാൽ അഹങ്കാരം, അതിനെ നശിപ്പിക്കുന്നവനെന്ന് അർത്ഥം പറയുന്നു. ദർപ്പദ ദർപ്പമെന്നതിന് അഭിമാനമെന്നും അർത്ഥം കാണാം. ധർമ്മനിഷ്ഠർക്ക് അഭിമാനവും അന്തസ്സും നൽകുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ദൃപ്ത ഉത്തമമെന്ന് അർത്ഥം വരുന്നു. ആത്മസ്വരൂപമായ അമൃതം പാനം ചെയ്ത് അതിൽ ഉന്മത്തനായവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് ആനന്ദലഹരിയിൽ ആറാടിയവനെന്ന് പറയുന്നു. ദുർധര എളുപ്പത്തിൽ പിടിക്കുവാൻ ധരിക്കുവാൻ കഴിയാത്തവനാണ് എന്ന് കാണാം. വിഷ്ണുവിനെ ഉൾക്കൊള്ളാൻ നന്നേ പരിശ്രമിക്കണം എന്ന് പറയുന്നു. അപരാജിത ദുർധരൻ അല്ലെങ്കിൽ അപരാജിതനാണ് വിഷ്ണു എന്ന് പറയുന്നു. ആരാലും എന്തിനാലും തോൽപ്പിക്കപ്പെടാത്തവൻ. 76-ാം ശ്ലോകം. വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനന. 8 നാമങ്ങളാണിവിടെ. വിശ്വമൂർത്തി, മഹാമൂർത്തി, ദീപ്തമൂർത്തി, അമൂർത്തിമാൻ, അനേകമൂർത്തി, അവ്യക്ത, ശതമൂർത്തി, ശതാനന എന്നിവയാണ് 8 നാമങ്ങൾ. വിശ്വമൂർത്തി വിശ്വമാകുന്ന രൂപത്തോടു കൂടിയവൻ, വിശ്വരൂപൻ എന്നാണ് ഇതിനർത്ഥം. മഹാമൂർത്തി മഹത്തായ ആകാരത്തോടു കൂടിയവൻ, ബൃഹത് സ്വരൂപൻ എന്ന് ഈ നാമത്തിനർത്ഥം പറയുന്നു. ദീപ്തമൂർത്തി ദീപ്തമായ അത്യുജ്വലമായ മൂർത്തി എന്ന് വിശേഷിപ്പിക്കുന്നു. അമൂർത്തിമാൻ നിരാകാരൻ, അശരീരി എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. അനേകമൂർത്തി അനേകം രൂപങ്ങൾ ധരിച്ചവനെന്ന് വിശേഷിപ്പിക്കുന്നു. അവ്യക്ത വ്യക്തമായി മനസ്സിലാക്കുവാൻ ആവാത്തവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ശതമൂർത്തി ശതത്തിന് അനേകമെന്നർത്ഥമാണ് ഇവിടെ എടുക്കുന്നത്. ഒരിക്കൽ കൂടി വിവിധ രൂപത്തിൽ അവതരിച്ചവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ശതാനന അനേകം മുഖങ്ങളുള്ളവനാണ് വിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. 78-ാം ശ്ലോകം. ഏകോ നൈകസ്സവ കിം യത്തത് പദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല. 12 നാമങ്ങൾ ഈ ശ്ലോകത്തിൽ കാണാം. ഏക നൈക സവ ക കിം യത് തദ് പദമനുത്തമം ലോകബന്ധു ലോകനാഥ മാധവ ഭക്തവത്സല എന്നിവയാണ് 12 നാമങ്ങൾ. ഏക ഏകൻ, അദ്വിതീയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. വിഷ്ണുവിനെ പോലെ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല എന്ന് പറയുന്നു. നൈക ന ഏക ഒന്നല്ല പലതായവനാണ് വിഷ്ണു എന്ന് ഇവിടെ പറയുന്നു. അനേകരൂപനാണ് എന്നർത്ഥം. സവ സോമലതയുടെ ഒരു ആയുർവേദ മരുന്ന് ചെടി. രസം സോമരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിശേഷ യജ്ഞമാണ് സവം. അതിൻ്റെ സ്വരൂപനാണ് വിഷ്ണു എന്ന് പറയുന്നു. ക സുഖമെന്നാണ് ഇതിനർത്ഥം പറയുന്നത്. സുഖരൂപനെന്ന് പറയാം. കിം എന്ത് എന്നാണ് ഇതിനർത്ഥം. നിർവചിക്കുവാൻ കഴിയാത്ത ഒരു ചോദ്യമായി വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. യദ് യാതൊന്ന് എന്ന വിശേഷണത്തിൽ കൂടി ഊഹിക്കപ്പെടുന്ന ബ്രഹ്മമാണ് വിഷ്ണു എന്ന് പറയുന്നു. തദ് അത് എന്ന് നിർദ്ദേശിക്കപ്പെടുന്ന ബ്രഹ്മമാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ഓം തദ് സത് എന്നീ 3 നാമങ്ങൾ കൊണ്ട് ആണ് ബ്രഹ്മം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. പദവനുത്തമം
ബ്രഹ്മപദത്തിനേക്കാൾ ഉത്തമമായി മറ്റൊന്നുമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അനുത്തമമായതാണ് വിഷ്ണു. ലോകബന്ധു, ലോകങ്ങൾക്ക് ബന്ധുവാണ് വിഷ്ണു എന്ന് പറയുന്നു. ലോകനാഥ, ലോകങ്ങൾക്ക് നാഥനായവനെന്ന് വിശേഷിപ്പിക്കുന്നു. മാധവ, മധുവംശത്തിൽ ജനിച്ചവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ലക്ഷ്മി ദേവിയുടെ ഭർത്താവ്, ധവൻ എന്നും പറയുന്നു. ഭക്തവത്സല, ഭക്തന്മാരെ വാത്സല്യത്തോടെ പരിഗണിക്കുന്നവൻ, അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവാത്സല്യത്തോടെ തൻ്റെ ഭക്തരെ നോക്കിക്കാണുന്നവൻ എന്നൊക്കെ അർത്ഥം പറയുന്നു. 79-ാം ശ്ലോകം. സുവർണവർണോ ഹേമാങ്കോ വരാംഗശ്ചന്ദനാംഗതി വീരഹ വിഷമശൂന്യോ ഘൃതാശീലചലശ്ചല. സുവർണവർണ, ഹേമാംഗ, വരാംഗ, ചന്ദനാംഗതി, വീരഹ, വിഷമ, ശൂന്യ, ഘൃതാശീ, അചല, ചല എന്നീ 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ. സുവർണവർണ, സ്വർണവർണ്ണമുള്ളവൻ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഹേമാംഗ, ഹേമമെന്നാൽ സ്വർണം, സ്വർണം പോലെ കാന്തിയുള്ള ശരീരത്തോടു കൂടിയവൻ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. വരാംഗ, ഉത്കൃഷ്ടമായ അംഗങ്ങളോട് കൂടിയവൻ എന്നാണ് ഇതിനർത്ഥം. ചന്ദനാംഗതി, ചന്ദനങ്ങളായ അംഗതങ്ങളോട് തോൾവളകളോട് കൂടിയവൻ എന്നാണ് വിശേഷണം. വീരഹ, ധർമ്മ സംസ്ഥാപനാർത്ഥം വീരരായ അധർമ്മികളെ ഹനിക്കുന്നവൻ എന്ന് പറയുന്നു. വിഷമ, തനിക്ക് സമനായി ആരുമില്ലാത്തവനാണ് വിഷ്ണു എന്നാണ് ഇതിനർത്ഥം. ശൂന്യ, ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനായവൻ, ശൂന്യൻ, അദൃശ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഘൃതാശീ, ഘൃതമെന്നാൽ ഉരുകിപ്പോയത്, ഇല്ലാതായതെന്നും ആശി എന്നാൽ ആശീർവാദം എന്നും പറയുന്നു. ആശീർവാദം ആവശ്യമില്ലാത്തവനെന്നാണ് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അചല, ചലനമില്ലാത്തവൻ, സ്ഥിരൻ, ശാശ്വതൻ എന്നൊക്കെ അർത്ഥം പറയുന്നു. ചല, ചലിക്കുന്നവൻ, ചാലകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. താൻ സ്ഥിരനാണെങ്കിലും മറ്റ് എല്ലാത്തിനെയും ചലിപ്പിക്കുന്നവനെന്ന് അർത്ഥം പറയാം. 80-ാം ശ്ലോകം. അമാനി മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകധൃക് സുമേധാ മേധജോ ധന്യ സത്യമേധാധരാധര. അമാനി, മാനദ, മാന്യ, ലോകസ്വാമി, ത്രിലോകധൃക്, സുമേധ, മേധജ, ധന്യ, സത്യമേധ, ധരാധര. ഇവിടെ 10 നാമങ്ങൾ കാണാം. അമാനി, മാനം, അപമാനം എന്നിവ സ്പർശിക്കാത്തവനെന്നാണ് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. മാനദ, സ്വയം അമാനിയാണെങ്കിലും തൻ്റെ മായ കൊണ്ട് മറ്റുള്ളവരിൽ മാനാപമാനബോധം ഉണ്ടാക്കുന്നവനെന്ന് പറയുന്നു. ഭക്തരെ മാനിക്കുന്നവനെന്നും അവർക്ക് മാനം കൊടുക്കുന്നവനെന്നും പറയാം. മാന്യ, എല്ലാവരാലും മാനിക്കപ്പെടുന്നവനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലോകസ്വാമി, ലോകങ്ങൾക്ക് സ്വാമിയാണ്, നാഥനാണ്, ഉടമയാണ് എന്നൊക്കെ വിശേഷണം. ത്രിലോകധൃക്, 3 ലോകങ്ങളെയും ധരിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. സുമേധ, മേധ എന്നാൽ ധാരണാശക്തി, മികച്ച ധാരണാശക്തിയോടുകൂടിയവനെന്ന് അർത്ഥം. മേധജ, മേധമെന്നാൽ യാഗം, യാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ, ജനിച്ചവൻ എന്ന് പറയാം. ശ്രീരാമനെ സൂചിപ്പിക്കുന്നു. ധന്യ, കൃതാർത്ഥൻ എന്നർത്ഥം പറയുന്നു. സത്യമേധ, സർവത്തിനെയും സത്യസ്ഥിതിയിൽ ധരിക്കുവാനുള്ള ബുദ്ധിവൈഭവം, മേധസ് ഉള്ളവനെന്ന് വിശേഷിപ്പിക്കുന്നു. ധരാധര, ധരയെ, ഭൂമിദേവിയെ ധരിച്ചവനെന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ 756 നാമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചെല്ലാം. ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നല ദർപ്പഃ ദർപ്പദോ ദൃപ്തോ ദുർധരോധാ പരാജിത. വിശ്വമൂർത്തിർമഹാമൂർത്തിർദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനന. ഏകോനൈകസ്സവ കിം യത്തത് പദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല. സുവർണവർണോ ഹേമാങ്കോ വരാംഗശ്ചന്ദനാംഗതി വീരഹ വിഷമശൂന്യോ ഘൃതാശീലചലശ്ചല. അമാനി മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകധൃക്
സുമേധാ മേധജോധന്യ സത്യമേധാധരാധര. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ നാമങ്ങൾ മനസ്സിലാക്കാം.